മറ്റൊരു പ്രതീക്ഷിക്കുന്ന വാർത്ത ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. കാരണം ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജില്ലയിലുണ്ട്. കുവൈത്ത് ദുരന്തത്തിനിരയായി ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട സ്വദേശികളായ 5 പേരുടെയും വീടുകൾ ഇന്ന് കേന്ദ്രമന്ത്രി സന്ദർശിക്കാനിരിക്കുകയാണ്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ കൂടി ഇന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുന്നു. മിഥുൻ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ഇന്ന് പ്രധാനം കേന്ദ്രമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കോട്ടയത്ത് സമാനമായ രീതിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ. കുവൈറ്റ് ദുരന്തത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതലുണ്ടായ ജില്ലയാണ് പത്തനംതിട്ട. അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. 30 വർഷത്തിലേറെയായി പ്രവാസിയായ മുരളീധരൻ, 22 വർഷത്തിലേറെയായി പ്രവാസ ജീവിതം നയിക്കുന്ന സജു, 10 വർഷത്തിലേറെയും 10 വർഷത്തിനടുത്തും പ്രവാസികളായ യുവാക്കളായ ആകാശ്, മാത്യു സി, ഉമ്മൻ, അങ്ങനെ ഉള്ള 5 പേരുടെ ജീവനാണ് ഈ അപ്രതീക്ഷിത ദുരന്തത്തിൽ പൊലിഞ്ഞത്. ആ ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും നാടും കുടുംബാംഗങ്ങളും എല്ലാം. ഇങ്ങനെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിൽ തുടരുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ഈ 5 പേരുടെയും വീടുകളിൽ സന്ദർശനം നടത്തും. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനൊക്കെ വളരെയധികം സമയമെടുക്കുന്ന സാഹചര്യമാണ് ഓരോ കുടുംബാംഗങ്ങൾക്കും ഉള്ളത്. ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി കൂടിയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ കുടുംബാംഗങ്ങളുമായുള്ള സന്ദർശനം. കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ ദുരന്തമുണ്ടായി തൊട്ടടുത്ത സമയം മുതൽ തന്നെ കുവൈറ്റിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടും കുടുംബാംഗങ്ങൾക്കെല്ലാം ആശ്വാസം പകർന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടായിരുന്നു. ആ ഒരു കൈത്താങ്ങ്, ആ ഒരു കരുതൽ, അതൊക്കെ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ ഈ വീടുകളിൽ സന്ദർശനവും നടത്തുക. കഴിഞ്ഞ അടുത്ത സമീപ ദിവസങ്ങളിലായി നാട്ടിലേക്ക് മടങ്ങി വരാൻ കാത്തുനിന്ന ആളുകളായിരുന്നു ഈ 5 പേരും. ആകാശ് ഓഗസ്റ്റിൽ നാട്ടിൽ വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു വിവാഹ ആവശ്യങ്ങൾക്ക്. ഇന്ന് സംസ്കാരം നടക്കുന്ന സിബിനും ഓഗസ്റ്റിൽ കുഞ്ഞിൻ്റെ 1ാം പിറന്നാളുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നാട്ടിൽ വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. സജു, ഇന്ന് സംസ്കാരം നടക്കുന്ന സജുവും സമാനമായ രീതിയിൽ തന്നെ അടുത്ത ആഴ്ചയിൽ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി വിമാന ടിക്കറ്റൊക്കെ തയ്യാറാക്കി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ അതീവ ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബാംഗങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. ഇവർക്ക് കൈത്താങ്ങായി, ഇവർക്ക് കരുതലായി കേന്ദ്ര സർക്കാർ എല്ലാ കരുതലോടും കൂടി ഒപ്പമുണ്ട് എന്നുള്ള ഒരു സന്ദേശം നടപടികൾ മുതൽ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ആ കരുതലൊക്കെ കാണുന്നതുമാണ്. എന്തായാലും മിഥുൻ, ഇന്ന് തിരക്കുള്ള ദിവസമായിരിക്കും. തീർച്ചയായും കേന്ദ്രമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, തത്സമയ വാർത്തകളൊക്കെ നൽകേണ്ടതുണ്ട്.